അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ABC ആണ്. ABC എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരള ലോട്ടറിയുടെ ആ ഫസ്റ്റ് പ്രൈസിൻ്റെ ലാസ്റ്റ് 3 നമ്പർ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതിന് മുന്നേ അങ്ങനെ ഒരു കാര്യം ചെയ്തെങ്കിലും അത് വരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ കിട്ടുന്ന നമ്പർ ഡിയർ ലോട്ടറിയിലൊക്കെയാണ് അടിച്ചിരുന്നത്. അപ്പോഴേക്കും പിന്നെ ഞാൻ ആ മെത്തേഡ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ കിട്ടിയിരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ പെട്ടെന്ന് എല്ലാ വക ലോട്ടറികളും ചേഞ്ചായി. ഭാഗ്യധാര അത് കയറി വന്നു, സുവർണ്ണ കേരളം കയറി വന്നു, ധനലക്ഷ്മി കയറി വന്നു. അങ്ങനെ ഓരോരോ ടിക്കറ്റുകൾ മൊത്തത്തിൽ ചേഞ്ച് ആയപ്പോൾ നമുക്ക് അതിൻ്റെ മെത്തേഡ് അങ്ങോട്ട് മിസ്സായി, കയ്യിൽ നിന്ന് മിസ്സായി, കിട്ടുന്നില്ല. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഇത് തമിഴ്നാട്ടിലാണ് കൂടുതലും ഇതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ABC എന്ന് ഉദ്ദേശിക്കുന്നത്, ലാസ്റ്റ് 3 അക്ക നമ്പർ ABC ആ ഒരു മെത്തേഡിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക അരിച്ചു വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് എനിക്ക് കിട്ടിയൊരു കാര്യം, കണക്കറിയുന്ന ആൾക്കാർക്ക് ഒന്നുകൂടി സിമ്പിളായിരിക്കും. പക്ഷേ കണക്കും കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാർ എന്തായാലും ഇതിന് വേണ്ടി നിൽക്കില്ല. അവർ പഠിച്ചിട്ടുള്ളത് വേറെ വല്ല ജോലിക്ക് വേണ്ടിയിട്ടാകും, അല്ലാതെ ലോട്ടറി എടുക്കാനാവില്ല. അപ്പോൾ കണക്കറിയുന്ന ആൾക്കാർ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് കാണിക്കാം, പക്ഷേ അവർക്ക് നോക്കാൻ നേരമില്ല. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കണക്ക് അറിയില്ല. അപ്പോൾ ഇതിലെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കണക്ക് അറിഞ്ഞിരിക്കണം. കണക്കിൽ ഞാൻ വളരെ വീക്കാണ്. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ കണക്കറിയുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കണക്കിലൊക്കെ വളരെ വീക്കാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്തൊരു കാര്യം നോക്കുകയാണെങ്കിലും അതിനെക്കുറിച്ച് ഒരുപാട് ചകഞ്ഞ് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ അത് പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, പഠിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നിങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും കറക്റ്റായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് പ്രൈസിൻ്റെ ലാസ്റ്റ് ABC കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ LCM എന്നുള്ളൊരു പരിപാടിയുണ്ട് കണക്കിൽ. ലസാഗു ഉസാഗ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കണക്കിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ LCM ലസാഗു, ആ സമയത്തൊക്കെ ലസാഗു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങും. അതാണ് നമുക്ക് കണക്കിൽ വലിയ വീക്കല്ലേ. അന്ന് എനിക്ക് തലയിൽ കയറിയുന്നില്ല. ഇപ്പോൾ കണക്കിനോടൊന്നും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് വെച്ച് നോക്കിയത്. അപ്പോൾ ഇതിനെ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ് അതിൻ്റെ LCMൻ്റെ ആ ഒരു ഇത് പറയുന്നത്. അപ്പോൾ ആ സാധനം നമ്മൾ അറിയുകയാണെങ്കിൽ, LCM എന്നുള്ള ആ ഒരു സംഭവം അറിയുകയാണെങ്കിൽ, ലസാഗു എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നറിയുകയാണെങ്കിൽ നമുക്ക് ABC എന്നുള്ള ആ ഒരു 3 നമ്പർ ഫസ്റ്റ് പ്രൈസിൻ്റെ കേരള ലോട്ടറിയിൽ ഫസ്റ്റ് പ്രൈസിൻ്റെ ലാസ്റ്റ് 3 നമ്പർ ഏകദേശം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതെന്താണ് സംഭവം എന്ന് അറിയണം. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഒരു നമ്പറിനെ, അതായത് ഏതോ ഒരു 3 അക്ക നമ്പർ കൊണ്ട് ഫസ്റ്റ് പ്രൈസിലൊരു നമ്പർ അടിച്ചെന്ന് വിചാരിക്കുക. ഇപ്പോൾ സുവർണ്ണ കേരളത്തിൽ 25-ാം തീയതിയിൽ 25/7/2025 സുവർണ്ണ കേരളത്തിൽ അടിച്ചിട്ടുള്ള ഒരു നമ്പറാണ് 43 37 89. ഓക്കെ, ആ നമ്പർ നോക്കുന്നത് 43 37 89. അപ്പോൾ ഈ 4ഉം 3ഉം അതായത് 43 2 3 ഉണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്കൊരു 3 കൂട്ടിയാൽ മതി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ 43 37 89 എന്ന് പറയുമ്പോൾ 4 3 7 8 9. ഈ 4 കൊണ്ടും 3 കൊണ്ടും 7 കൊണ്ടും 8 കൊണ്ടും 9 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഒരു 3 അക്ക നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. ആ നമ്പറാണ് പിന്നീട് ABCയിൽ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു നമ്പർ, ആ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ലളിതമായിട്ട് സിമ്പിളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ആ നമ്പർ നമുക്ക് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ 504 എന്ന് പറഞ്ഞൊരു നമ്പർ ഹരിക്കണം. ഇപ്പോൾ ആ സുവർണ്ണ കേരളത്തിൽ അടിച്ച നമ്പർ ഈ കാണുന്നതാണ് 43 37 89. അപ്പോൾ ഈ നമ്പറിലെ 504 ഹരിക്കണം 4 കൊണ്ട് ഹരിച്ചപ്പോൾ അവിടെ ഓക്കെയാണ്, 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്, 3, അതും ഓക്കെയാണ്. പിന്നെ വീണ്ടും 3 ആയതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഹരിക്കേണ്ട ആവശ്യമില്ല, കാരണം 3 കൊണ്ട് ഹരിച്ചു നമ്മൾ. പിന്നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുന്നുണ്ട്, അപ്പോൾ 7 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളത് 8 കൊണ്ടാണ്, അപ്പോൾ ഇവിടെ 8 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളത് 9 ആണ്, 9 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന എല്ലാ നമ്പറുകൾ കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന വേറൊരു 3 അക്ക നമ്പറുണ്ട്. അതാണ് ഈ കാണുന്നതിൻ്റെ LCM എന്ന് പറയുന്നത്. അപ്പോൾ 540 ഇതിൻ്റെ ഈ അടിച്ചിട്ടുള്ള നമ്പറിൻ്റെ LCM 540 ആണ്. ഈ 540 എന്ന് പറഞ്ഞ നമ്പറാണ് 25-ാം തീയതി കഴിഞ്ഞ് 26 കഴിഞ്ഞ് 27-ാം തീയതിയിൽ 045 ആയിട്ട് ഫസ്റ്റ് പ്രൈസിൻ്റെ ലാസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ,
045 വന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഈ 43, 37, 89 വന്നിട്ടുള്ളത് സുവർണ്ണ കേരളത്തിലാണ്. അടുത്ത സുവർണ്ണ കേരളത്തിലും ഇതേ നമ്പർ 405 ഫസ്റ്റ് പ്രൈസിൻ്റെ ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് വേറൊരു നമ്പർ കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 24, 87, 35 അടിച്ചിട്ടുള്ളത് ധനലക്ഷ്മിയിലാണ്. 6-ാം തീയതിയിൽ 8/25 6/8/25 ധനലക്ഷ്മിയിൽ അടിച്ച ഫസ്റ്റ് പ്രൈസ് നമ്പറാണിത്. ഇതിൽ 2, 4, 8, 7, 3, 5 ഈ എല്ലാ നമ്പറുകൾ കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന 3 അക്ക നമ്പർ വേറെ ഒരെണ്ണം ഉണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. ആ നമ്പർ അത് ഞാൻ കണ്ടുപിടിച്ചതാണ്. ആ നമ്പർ ഞാൻ ഇതൊന്ന് ഹരിച്ച് കാണിച്ചു തരാം. നമുക്ക് 840. ഈ 840 ഹരിക്കണം ഈ ഫസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ള ഈ നമ്പർ 24, 87, 35 എന്നുള്ള 2 കൊണ്ട് ആദ്യത്തെ നമ്പർ നോക്കാം. 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ? ഓക്കെയാണ്. നെക്സ്റ്റ് 4 കൊണ്ടാണ്. അപ്പോൾ 4 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റുന്നുണ്ട്, ഓക്കെയാണ്. ഇനി അടുത്തത് 8 കൊണ്ടാണ്. 8 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം. 7 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട് നോക്കാം. 3 കൊണ്ടും അത് ഹരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റുള്ളത് 5 ആണ്. 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട് നോക്കാം. 5 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആ ഫസ്റ്റ് പ്രൈസിൽ വന്നിട്ടുള്ള ആ നമ്പറിൽ 24, 87, 35 എന്ന് പറഞ്ഞ എല്ലാ നമ്പറും ഓരോരോ നമ്പറും ഈ 840 എന്ന് പറഞ്ഞ നമ്പർ അതുകൊണ്ട് ആ നമ്പർ എടുത്തിട്ട് ഈ നമ്പർ എല്ലാ നമ്പറും നമുക്ക് ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 840 മനസ്സിലായില്ലേ? ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 840 ഈ ഫസ്റ്റ് ഈ 24, 87, 35 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ LCM എന്ന് പറയുന്നത് 840 ഈ 840 എന്ന് പറഞ്ഞ നമ്പർ, അതായത് 840 എന്നുള്ള നമ്പർ 6-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 8-ാം തീയതിയിൽ കറക്റ്റായിട്ട് 840 അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസിൻ്റെ 4 അക്കമാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. കറക്റ്റായിട്ട് 4 അക്കത്തിൽ 840 വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ കിട്ടിയിട്ട് അതേ നമ്പറാണ് 405, 504 എന്നുള്ള ആ 5 കൂടി വന്നപ്പോൾ 8405 എന്നുള്ള ആ 4 അക്ക നമ്പറും ഫസ്റ്റ് പ്രൈസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു 3 അക്ക നമ്പറും കൊണ്ട് ആ കാണുന്ന ഓരോരോ നമ്പർ കൊണ്ട് ഹരിച്ചാലും ഏതൊരു 3 അക്ക നമ്പർ പക്കയായിരിക്കും. അങ്ങനെ കിട്ടുന്ന നമ്പർ ചില നമ്പറുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനിടയിൽ പ്രൈം നമ്പർ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രൈം നമ്പർ ഹരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യണം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ കിട്ടുന്ന ഒരു നമ്പർ, അതായത് ഒരു LCM, ഇപ്പോൾ നമുക്ക് കുറച്ച് നമ്പറുകൾ ഇങ്ങനെ കാണിച്ചില്ലാന്ന് വിചാരിച്ചോ, അതിൻ്റെ LCM കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടുപിടിക്കുന്ന LCM ആണ് നമ്മുടെ ഉത്തരം. ആ ഉത്തരം നമുക്ക് ഈ ഫസ്റ്റ് പ്രൈസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരം നിങ്ങൾ വേണമെങ്കിൽ ഫസ്റ്റ് പ്രൈസിൻ്റെ ലാസ്റ്റ് ഡിജിറ്റായിട്ട് നിങ്ങൾക്ക് ആ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കളക്ട് ചെയ്ത് അതിൻ്റേതായ രീതിയിൽ കളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ എനിക്ക് 840 കിട്ടി, അല്ലെങ്കിൽ 540 കിട്ടി എന്ന് പറഞ്ഞില്ല. ഇതെങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കേട്ടിട്ട്, എനിക്കിതിനെക്കുറിച്ച് വലിയ പിടുത്തൊന്നുമില്ല എങ്കിലും അതും കൂടി കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിൽ കിടക്കാം. ഇവിടെ നമ്മൾ കാണിച്ചു തരുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക. 67 75 84 അത് അടിച്ചിട്ടുള്ളത് 3/8/2025 അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ 840 ഇതിൻ്റെ LCM കിട്ടിയത്. അതുകൊണ്ട് ഞാനിവിടെ എഴുതി വെച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കിട്ടിയ നമ്പറും, അതായത് 24, 87, 35 ഇതിൽ കിട്ടിയ നമ്പറും 840 തന്നെയാണ് ഇതിൻ്റെ LCM. അതായത് ഓരോരോ നമ്പറും എടുത്ത് അതിൻ്റെ LCM ആണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 840 കിട്ടിയത് ഇതിലും. ആ 840 വന്നത് സംഗതി ഇവിടെ സമൃദ്ധിയിലാണ് ഇത് കിട്ടിയതെങ്കിലും അടുത്ത സമൃദ്ധിയിലൊക്കെ കാണണം. അതുപോലെ ധനലക്ഷ്മിയിലാണ് കിട്ടിയത്. വീണ്ടും ധനലക്ഷ്മിയിലൊക്കെ ഈ ഒരു നമ്പർ ചിലപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ കാണാം. ഓക്കെ, പക്ഷേ അത് വന്നത് സുവർണ്ണ കേരളത്തിൽ തന്നെയാണ്. അതായത് നമുക്ക് മറ്റേ നമ്പർ 504 കിട്ടിയത് സുവർണ്ണ കേരളത്തിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെയാണ് ഈ 840 എന്ന് പറഞ്ഞ ഈ ഒരു നമ്പർ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഈ 3 അക്ക നമ്പർ 405 ഇങ്ങനെ ഇത് രണ്ടും കൂടി ഇങ്ങനെ സെയിം ആയിട്ട് വന്നു. അപ്പോൾ 840 അപ്പം ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്പർ 840 ഇപ്പുറത്തേക്ക് 3 അക്ക നമ്പറുകളായിട്ട് വരുന്നത് ചിലപ്പോൾ ധനലക്ഷ്മിയിലാവാം, അതുപോലെ സമൃദ്ധിയിലൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. ഇപ്പോൾ ഈ ഒരു നമ്പർ നമുക്ക് എടുക്കാം, 67 75 84 അതും എടുക്കാം. അതുപോലെ നമുക്ക് ഇതെടുക്കാം. ഇതെടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ നമ്പർ ഒന്ന് എഴുതട്ടെ. 67
75 84 ഇതാണ് ഒരെണ്ണത്തിൽ അടിച്ച ഫസ്റ്റ് പ്രൈസ് നമ്പർ. രണ്ടാമത്തിൽ അടിച്ചിട്ടുള്ളത് ഇവിടെ 24 87 35. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ നമ്പറിനെയും സെപ്പറേറ്റ് ആക്കുകയാണ് ഞാൻ. ഓക്കെ, ഇവിടെ ഓരോ നമ്പറിനെയും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഓരോ നമ്പറിനെ സെപ്പറേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ 2 7 ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു 7 കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നമ്പർ, ഇപ്പോൾ ഇതിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നമ്പർ ഏതാ? ഏറ്റവും വലിയ നമ്പർ 8 ആണ്. ഈ 8, ഓക്കെ, ഈ 8 എടുത്തിട്ട് നമ്മൾ ഇതിവിടെ നോക്കുക. നമ്മൾ 8 ഹരിക്കണം, ഓക്കെ, 8 ഹരിക്കണം ഇതിൽ 8ൽ പോകുന്ന നമ്പർ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇപ്പോൾ 8ൽ ഏതൊക്കെ പോകാൻ നോക്കുക. 8 ഹരിക്കണം ആദ്യം 2 കൊണ്ട് ഹരിച്ച് നോക്കുക. ഇവിടെ 2 കൊണ്ട് ഹരിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ 2 പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2നെ വെട്ടണം. ഈ 2 നമുക്ക് വേണ്ട. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും 8 ഹരിക്കണം 4 നോക്കുക. ഇവിടെ 4 പോകുന്നുണ്ടോ? 4 പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ 4 പോകുന്നുണ്ട്. അപ്പോൾ 4 നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ 7 എന്ന് പറഞ്ഞൊരു നമ്പർ പ്രൈം നമ്പറാണ്. അതങ്ങനെ നോക്കാൻ പാടില്ല. ഓക്കെ, 7 പ്രൈം നമ്പറാണ്. അതുപോലെ 3 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൈം നമ്പറുകൾ എപ്പോഴും നോട്ട് ചെയ്ത് വയ്ക്കണം. മനസ്സിലായല്ലോ? പ്രൈം നമ്പറുകൾ എപ്പോഴും നോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഈ കാണുന്ന പ്രൈം നമ്പറുകൾ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഇപ്പോൾ 2 3 5 7 11 13 17 19 ഇങ്ങനെ ഒരു 25 പ്രൈം നമ്പർ ഉണ്ട്. 23 29 ഇങ്ങനെ തുടർന്ന് പ്രൈം നമ്പറുകൾ പോവും. ഓക്കെ, അപ്പോൾ ഇത് 97 വരെ പോവും പ്രൈം നമ്പർ. അങ്ങനെ 25 പ്രൈം നമ്പർ ഉണ്ട്. ഈ പ്രൈം നമ്പറുകൾ എപ്പോഴും നമ്മൾ മനപ്പാടായിരിക്കണം, പ്രൈം നമ്പർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പ്രൈം നമ്പർ ആയ സ്ഥിതിക്ക് നമ്മൾ ഇതിലിപ്പോൾ ഒന്നും 8ൽ പോകുന്നുണ്ടോ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ചെയ്യുന്നത് 8 എന്നുള്ള നമ്പർ ഉണ്ടല്ലോ, ആ 8 എന്നുള്ള നമ്പറിനെ ഇൻറ്റു 7 അടിക്കുക. 7 അടിച്ചു. അത് ഞാൻ വീണ്ടും ഇൻറ്റു 3 അടിക്കുക. 3 അടിച്ചു. അത് ഞാൻ വീണ്ടും ഇൻറ്റു ഇവിടെ 5 അല്ലേ, ആ 5 അടിക്കുക. ഇവിടെ ഇൻറ്റു 5 അടിക്കുക. ഇവിടെ കിട്ടുന്ന നമ്പർ നോക്കി നിങ്ങൾ 840 കണ്ടില്ലേ? പ്രൈം നമ്പർ വന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പ്രൈം നമ്പർ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കിട്ടിയ നമ്പർ 840. അപ്പോൾ ഇവിടെ അടിച്ചിട്ടുള്ള ഈ നമ്പറിൻ്റെ LCM എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 840 ഇവിടെ ഉത്തരം കിട്ടുക. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ ഉത്തരം നമുക്ക് ഇത് കിട്ടി. ഇതിപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത് ഇവിടെ നിന്നല്ലേ. ഇപ്പോൾ 840 ഇത് 6-ാം തീയതിയാണ്. 7 കഴിഞ്ഞ 8-ാം തീയതിയിൽ ഇവിടെ 840 വന്നിട്ടുണ്ട്. ഓക്കെ, ഡേറ്റ് അടക്കം കാണിക്കുന്നുണ്ട്. 840 വന്നിട്ടുണ്ട്, അതും ഫസ്റ്റ് പ്രൈസിൽ തന്നെ. അപ്പോൾ നമുക്കിങ്ങനെ LCM കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ നോക്കുന്നത് ഓരോ നമ്പറിനെ വേർതിരിച്ചിട്ടാണ്. പക്ഷേ എനിക്കിതിൻ്റെ 2 അക്ക രീതിയിൽ നോക്കാൻ അറിയില്ല. 2 നമ്പറും ചിലപ്പോൾ വേർതിരിച്ച് നോക്കാൻ അറിയാം, ചിലപ്പോൾ കിട്ടാം. ചിലപ്പോൾ 3 അക്ക നമ്പറുകൾ ഇങ്ങനെ വേർതിരിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ കിട്ടും. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ കാണിച്ചു നിന്ന് മാത്രം. ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഡെവലപ്പ് ഒന്നും കൂടി ചെയ്തിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് വേറെ രീതിയിൽ കിട്ടുകയാണെങ്കിൽ അതും പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ നമ്മളിവിടെ 840 കിട്ടി. ഇത് പ്രൈം നമ്പർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ ഇവിടെ നോക്കിയോ, ഇതിനെ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ 6 7 7 5 8 4 അപ്പോൾ ഇതിലേറ്റവും വലിയ നമ്പർ ഏതാ? ഇതിലേറ്റവും വലിയ നമ്പറും 8 തന്നെയാണ്. ഇതിന് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോളൂട്ടോ, ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ 8 എന്നുള്ള നമ്പർ വീണ്ടും എടുക്കുക, ഹരിക്കണം. ഇതിൽ നമുക്ക് നോക്കാം, അതായത് ഇപ്പോൾ 4 പോകുന്നുണ്ടോ നോക്കാം നമുക്ക്. 8 ഹരിക്കണം 4 അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ 4 ഓക്കെയാണ്, 4 പോകുന്നുണ്ട്. 8ൽ 2 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്കിതിനെ 4 വേണ്ട, വെട്ടി. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് 6. ഓക്കെ, എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഒരു പ്രൈം നമ്പറാണ്, 7 പ്രൈം നമ്പറുകളാണ്. അവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 6. ഇവിടെ 8 ഹരിക്കണം 6 അടിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ 8ൻ്റെ ഉള്ളിൽ 6 പോകുന്നില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8ൻ്റെ 2 ഇരട്ടി എടുക്കുക. 8ൻ്റെ 2 ഇരട്ടി എടുക്കുക. ഇതിപ്പോൾ 8 ഇൻറ്റു 2 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 16 കിട്ടുന്നത്. എന്നിട്ട് ആ 16നെ ഹരിക്കണം 6 അടിച്ച് നോക്കുക. അപ്പോഴും നമ്മൾ 6 പോകുന്നില്ല. ഇവിടെ നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 8ൻ്റെ 3 ഇരട്ടി എടുക്കുക.
അതായത് 8 ഇൻറ്റു 3 അടിച്ചു കൊടുക്കുക. അപ്പോൾ 24ആണ്. അപ്പോൾ 24 ഹരിക്കണം 6 അടിച്ചു കഴിഞ്ഞാൽ അവിടെ 6 പോയി. അപ്പോൾ നമുക്കിവിടെ 6ൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇവിടെ 24ആണ് നമുക്ക് കിട്ടുന്ന നമ്പർ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 24 ഇൻറ്റു ഇത് പ്രൈം നമ്പറാണ് കേട്ടോ. 7 പ്രൈം നമ്പറാണ്, 5ഉം പ്രൈം നമ്പറാണ്. അപ്പോൾ നമ്മൾ ഈ 24 ഇൻറ്റു 7 ഇൻറ്റു 5 അടിക്കുക. ഇവിടെ കിട്ടുന്ന നമ്പർ എത്രയാണ്? 840. ഇവിടെയും നമുക്ക് 840ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 2 840 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഈ 840ആണ് നമുക്ക് ചാൻസ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് LCM കാണുക. അതായത് ഒരു നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ സെലക്ട് ചെയ്തിട്ട് വേണം അതിനെക്കുറിച്ച് നോക്കാൻ. അങ്ങനെ അത് പോകുന്നില്ല ഒരു പ്രാവശ്യം, ഇപ്പോൾ 8 ഹരിക്കണം 6 അടിച്ച് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി എടുക്കണം 8ൻ്റെ. എന്നിട്ടും പോകണില്ലെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി എടുക്കണം. എന്നിട്ടും പോകുന്നില്ലെങ്കിൽ ചിലപ്പോൾ 4 ഇരട്ടി എടുക്കേണ്ടി വരും. എന്നിട്ടും പോയില്ലെങ്കിൽ 5 ഇരട്ടി വരെ നമുക്ക് എടുക്കാം ഒരു നമ്പർ പോകുന്നുണ്ടോ എന്നറിയാൻ. ഇങ്ങനെ കിട്ടുന്ന നമ്പർ നമുക്ക് നമ്മുടെ ABC ആയിട്ട് നമുക്ക് കണക്കൂട്ടാം. ഈ ഒരു നമ്പർ ഇതുപോലെ കണ്ണിങ് ആണ്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 504 കിട്ടിയത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 504 അടിച്ച നമ്പറും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 43 37 89 2 4 6 ഇതാണ് ഫസ്റ്റ് റേസ് അടിച്ച വേറൊരു നമ്പർ. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനെ ഇട്ടു. ഇതിൽ നമ്മൾ ഏറ്റവും വലിയ നമ്പർ ഏതാ? ഏറ്റവും വലിയ നമ്പർ ഇതിൽ 9ആണ്. ഓക്കെ, ഇവിടെ 9 എടുക്കാം. നമുക്ക് 9 എടുത്തു. 9 ഹരിക്കണം ഇതിലേത് നമ്പറാണ് പോകാൻ നോക്കാം. 9 ഹരിക്കണം എന്തായാലും 3 അടിച്ച് കഴിഞ്ഞാൽ അവിടെ 3 പ്രൈം നമ്പർ ആണെങ്കിലും പക്ഷേ 9ൻ്റെ ഉള്ളിൽ അവിടെ 3 എന്തായാലും പോയിരിക്കും. കാരണം ഹരിക്കണം 3 ഇട്ടപ്പോൾ കണ്ട 3 9ൻ്റെ ഉള്ളിൽ എന്തായാലും പോയിരിക്കും. അപ്പോൾ പിന്നെ പ്രൈം നമ്പറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമുക്ക് വെട്ടാം. ഇത് നമ്മൾ വെട്ടി, 3ൻ്റെ ആവശ്യം അവിടെ ഇല്ല. നെക്സ്റ്റ് 9 ഹരിക്കണം ഇനിയുള്ളത് 4ആണ് അല്ലെങ്കിൽ 8ആണ്. 7 എന്തായാലും പ്രൈം നമ്പറാണ്, അതവിടെ വെച്ചോ. ഇപ്പോൾ 4 നോക്കി നോക്കാം. 4 ഇട്ടു. ഇവിടെ 4 പോകുന്നില്ല. അപ്പം നമ്മളെന്താ ചെയ്യുക? 9ൻ്റെ 2 ഇരട്ടി എടുക്കുക. അതായത് 9 ഇൻറ്റു 2 എടുക്കുക, 18. ഈ 18ൽ 4 പോകുന്നുണ്ടോ നോക്കുക. 18 ഹരിക്കണം 4 പോണില്ല. അപ്പോൾ 9ൻ്റെ 3 ഇരട്ടി എടുക്കുക. ഓക്കെ, 9ൻ്റെ 3 ഇരട്ടി എടുക്കുക. 9 ഇൻറ്റു 3 എടുക്കുക. അപ്പോൾ 27 കിട്ടും. എന്നിട്ട് ഈ 27 ഹരിക്കണം 4 അടിക്കുക. അപ്പോഴും 4 അവിടെ പോകുന്നില്ല. അപ്പോൾ 9ൻ്റെ 4 ഇരട്ടി എടുക്കുക. 9 ഇൻറ്റു 4 36ആണ്. എന്നിട്ട് നോക്കാം നമുക്ക്. 36 ഹരിക്കണം 4. ഇവിടെ 4 പോയി. ഓക്കെ, അപ്പോൾ 36ആണ് നമുക്ക് കിട്ടിയ നമ്പർ. ഇവിടെ 4ഉം പോയി. അപ്പം 4ന് നമ്മൾ വെട്ടി. ഓക്കെ, ഇനി നമ്മൾ നോക്കാനുള്ളത് 8ൻ്റെയാണ്. അപ്പോൾ ഈ 36 ഹരിക്കണം 8 അടിച്ച് നോക്കാം നമുക്ക്. 36 ഹരിക്കണം 8 അടിച്ചു. ഇവിടെ 36ൽ 8 പോകുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഈ 36 എത്ര ഇരട്ടിയാണ്? 36 9ൻ്റെ എത്ര ഇരട്ടിയാണ്? 36 ഹരിക്കണം 9 4 ഇരട്ടിയാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 5 ഇരട്ടി എടുക്കാൻ പോവാണ്. 9ൻ്റെ 5 ഇരട്ടി. 9 ഇൻറ്റു 5 അടിച്ചാൽ നമുക്ക് 45 കിട്ടും. ഈ 45ൽ 8 പോകുന്നുണ്ടോ നോക്കാം. 8 പോകുന്നില്ല. അപ്പോൾ നമ്മൾ 9ൻ്റെ 6 ഇരട്ടി എടുക്കാൻ പോവാണ്. 9 ഇൻറ്റു 6 54. 54ൽ 8 പോകുന്നുണ്ടോ നോക്കാം. 54 ഹരിക്കണം 8. അവിടെയും പോകുന്നില്ല. 8 പോകുന്നില്ല. ഉത്തരം ശരിയല്ല. അപ്പോൾ നമ്മൾ എത്ര ഇരട്ടി എടുത്തത്? 54 ഹരിക്കണം 9 6 ഇരട്ടിയാണ് എടുത്തുള്ളത്. ഇനി നമ്മളിത് 7 ഇരട്ടിയാണ് എടുക്കാൻ പോകുന്നത്. 9ൻ്റെ 7 ഇരട്ടി. ഓക്കെ, അപ്പോൾ 9 ഇൻറ്റു 7 അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ 63 കിട്ടും. അപ്പോൾ 63 ഹരിക്കണം 8 നോക്കി. 63ൻ്റെ ഉള്ളിലും 8 എന്ന് പറഞ്ഞിട്ട് നമ്പർ പോണില്ല, കറക്റ്റാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും എത്ര ഇരട്ടി എടുക്കണം? 7 ഇരട്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും 8 ഇരട്ടിയാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, 9 ഇൻറ്റു 8 എടുത്തു. ഇവിടെ കിട്ടിയ നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക, 72ആണ്. അതായത് 72 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ ഉള്ളിൽ 8 എന്തായാലും പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 8നെയും കട്ട് ചെയ്തു. അതും എത്ര ഇരട്ടി എടുത്ത്? 8 ഇരട്ടി എടുത്തപ്പോൾ. ഓക്കെ, അപ്പോൾ 8 നമ്മളിവിടെ കട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്ന നമ്പറിന് ആകെ ഉള്ളത് അവിടെ 7ആണ്. ഓക്കെ, ഇനി ഇവിടെ ആകെയുള്ള നമ്പർ 7 മാത്രമേ ഉള്ളൂ. ഈ 7 എന്ന് പറഞ്ഞത് ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ പ്രൈം നമ്പറിനെ നമ്മൾ എന്താ ചെയ്യുക? ഈ കിട്ടിയ 72 ഇൻറ്റു 7 അടിച്ചാൽ മതി. ഇവിടെ 504ആണ് നമുക്ക് കിട്ടിയ നമ്പർ. കണ്ടില്ലേ? 504. ഇതാണ് ഇതിൻ്റെ LCM. കൂടെ 504 എന്ന് പറഞ്ഞ ഒരു നമ്പറാണ് ഇതിൻ്റെ LCM നമ്പർ. 504ആണ്. പിന്നീട് നമുക്ക് ഈ നമ്പർ വന്നു കഴിഞ്ഞാൽ
കിട്ടേണ്ട നമ്പർ. അപ്പോൾ ഈ 504 ഇവിടെയും കറക്റ്റായിട്ട് കണ്ടില്ലേ, 405 അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 405 അടിച്ചിട്ടുണ്ട്. ഇതൊരു സുവർണ്ണ കേരളത്തിലായിരുന്നു ഈ ഒരു ഫസ്റ്റ് പ്രൈസിൻ്റെ നമ്പർ അടിച്ചത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ള ഈ 43 37 89 43 37 89 എന്ന് പറഞ്ഞ നമ്പർ അടിച്ചിട്ടുള്ളത് സുവർണ്ണ കേരളത്തിലാണ്. നമുക്ക് കിട്ടിയ നമ്പർ ഇവിടെ 504 ഇതിൻ്റെ LCM. ആ 504 2 ദിവസം കഴിഞ്ഞപ്പോഴാണ്, അതായത് 25 കഴിഞ്ഞ് 26 27-ാം തീയതിയിൽ 504 ഇവിടെ 045 അടിച്ചിട്ടുണ്ട്. പോരാത്തതിന് വീണ്ടും സുവർണ്ണ കേരളത്തിൽ, അതായത് ഇത് സുവർണ്ണ കേരളത്തിൽ കിട്ടിയ നമ്പറാണല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നത്തെ സുവർണ്ണ കേരളത്തിൽ തന്നെയാണ് ഈ ഒരു നമ്പർ 405 അടിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയ മറ്റുള്ള 840 എന്ന് പറഞ്ഞ നമ്പറും കൂടി ചേർന്നിട്ട് ഇതിൽ കണ്ടില്ലേ 8405 അടിച്ചു. അതായത് 8405 എന്നുള്ള നമ്പർ. കാരണം 504 കണ്ട, ഇവിടെ നിന്ന് നോക്കുമ്പോൾ 504 ഇവിടെ നിന്ന് നോക്കുമ്പോൾ 840. അപ്പോൾ ഈ ഒരു നമ്പറിന് ഇത്രയും കണ്ണിങ് ആയിട്ടുള്ള പരിപാടി ഉണ്ട്. അല്ലാതെ പിന്നെ എന്തായാലും ഇവിടെ ഈ നമ്പർ ഫസ്റ്റ് പ്രൈസിൽ ഇങ്ങനെ വരില്ല. അപ്പോൾ ഇതിൽ LCM വെച്ച് നോക്കുകയാണെങ്കിൽ അതറിയുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടി കറക്റ്റായിട്ട് അറിയും. എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. ഇനിയും ഇതിലും കൂടുതൽ എനിക്ക് അറിയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓരോ ഫസ്റ്റ് പ്രൈസ് അടിച്ച നമ്പറിനെയും ഓരോന്നാക്കിയിട്ടാണ് നമ്മൾ നോക്കിയത്. പക്ഷേ ഈ നമ്പറുകളൊക്കെ നമുക്ക് ഇതുപോലെ ഈ പറഞ്ഞതുപോലെ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇതിന് 34 37 89 അല്ലെങ്കിൽ ഏത് രീതിയിലാക്കി നോക്കാൻ പറ്റുമെന്നുള്ളതും കൂടി നോക്കണം. അങ്ങനെ നോക്കിയിട്ട് കിട്ടിയിട്ട് ഇതിനേക്കാളും നന്നായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെയുള്ള നമ്പറുകൾ കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് LCMനെ കുറിച്ച് തീരെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഒരുപാട് യൂട്യൂബിൽ LCM എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇത് ABC നോക്കുന്ന ആൾക്കാരാണെങ്കിൽ, കേരള ലോട്ടറിയുടെ ABC നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും കൂടി കണ്ടിട്ട് നിങ്ങൾ പഠിച്ചതിനനുസരിച്ച് ഇതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫലങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോസിൽ കാണാം.